നമസ്കാരം, ഞാൻ നിങ്ങളുടെ അഭിജിത് കുമാർ മീനാകുമാരി. ആൽഗോ വോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് ട്രേഡിംഗ് ഒരു ഗാംബ്ലിംഗ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു, ട്രേഡിംഗ് ഒരു ഗാംബ്ലിംഗ് അല്ല, ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് സിസ്റ്റമാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും, ഗാംബ്ലിംഗ് പോലെ ആവും അത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് മാനുവൽ ട്രേഡിംഗ്. കാര്യം ഓട്ടോമേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് മാനുവൽ ട്രേഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണ്ടേ. അപ്പോൾ ഫോറക്സിൽ രണ്ട് ട്രേഡിംഗ് ടെർമിനൽ ഉണ്ട്. ഏത് ഫോറക്സ് ബ്രോക്കറിനെ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാനായിട്ട് രണ്ട് ടെർമിനലാണ് പൊതുവേ ഉള്ളത്. ഒന്ന് മെറ്റാ ട്രേഡർ 4 എന്നും വിളിക്കും, ഒന്ന് മെറ്റാ ട്രേഡർ 5 എന്നും വിളിക്കും. ഇത് രണ്ടുമാണ് ഫേമസ്. ഇതല്ലാതെ കുറേ ടൈപ്പ് വേറെ ടെർമിനൽസ് ഉണ്ട്. സി ട്രേഡർ ഉണ്ട്, പിന്നെ ട്രേഡിംഗ് വ്യൂന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ചില ബ്രോക്കേഴ്സ് ഉണ്ട്, അത് കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ പൊതുവേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള മെറ്റാ ട്രേഡർ 4 മെറ്റാ ട്രേഡർ 5 ആണ്. ഈ മെറ്റാ ട്രേഡർ 4 ആണ് ഈ ഓട്ടോമേഷന്, അതായത് ട്രേഡിംഗ് ഓട്ടോമേഷന് കുറെ കൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. മെറ്റാ ട്രേഡർ 5 ആണ് അത്. പക്ഷേ രണ്ടിനെയും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നമ്മൾ ഇന്ന് മെറ്റാ ട്രേഡർ 4 എന്ന് പറയുന്ന ട്രേഡിംഗ് ടെർമിനലിൽ മാനുവൽ ട്രേഡ് എടുക്കുന്നത് കാണും. ഓട്ടോമേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്താ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ നമുക്ക് ട്രേഡിംഗ് എന്നൊന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് അതിന് കയറുന്നതിന് മുമ്പേ ഇത് ഈ കാണുന്ന മൈക്രോസോഫ്റ്റ് റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നില്ല, ഇതാണ് ഒരു വെർച്വൽ പ്രൈവറ്റ് സെർവർ. ഭാവിയിൽ ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ സെഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പം ഇതിനകത്ത് 24/7 റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. സോ ഇതിലൊരു കമ്പ്യൂട്ടറിനകത്ത് കയറാം. കാര്യം മാക്ബുക്കിനകത്ത് മെറ്റാ ട്രേഡർ 4 അത്ര സ്മൂത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. സോ ഞാൻ ഡയറക്റ്റ് എൻ്റെ VPSനകത്തുള്ള ട്രേഡിംഗ് അക്കൗണ്ട് അത് കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിനെയാണ് മെറ്റാ ട്രേഡർ 4 എന്നതിനെ വിളിക്കുന്നത്. മെറ്റാ ട്രേഡർ 4ൻ്റെ IC മാർക്കറ്റ് എന്ന് പറഞ്ഞ ബ്രോക്കർ. നമുക്ക് ഒരാൾ ട്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രോക്കർ വേണം. ശരി, ബ്രോക്കറിനെ കിട്ടിക്കഴിഞ്ഞാൽ ബ്രോക്കറിൻ്റെ എക്സിക്യൂഷൻ ചെയ്യാൻ സഹായിക്കുന്ന സ്ഥലമാണ് ഈ ടെർമിനൽ എന്ന് പറയുന്നത്. അതാണ് മെറ്റാ ട്രേഡർ 4. ഏത് ബ്രോക്കർ വേണോ യൂസ് ചെയ്യാൻ, ഞാനൊരു പെർട്ടിക്കുലർ ബ്രോക്കറിനെ ഫേവർ ചെയ്യുകയോ അതിനെതിരെയോ അല്ല. കറൻ്റ്ലി ഇപ്പം ഞാൻ കാണിക്കുന്ന IC മാർക്കറ്റിൻ്റെ ഡെമോ അക്കൗണ്ടാണ് കാണിക്കുന്ന. മുന്നോട്ട് പോകുന്നതോറും ഞാൻ നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട്സ് കാണിക്കുന്നതായിരിക്കും. പക്ഷേ എല്ലാത്തിലും ഓട്ടോമേഷൻ ആയിരിക്കും, ഞാൻ മാനുവലി ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. പിന്നെ വാൻറ്റേജ് ആണ് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. വാൻറ്റേജ് ബ്രോക്കേഴ്സ് ആയിരിക്കും കൂടുതൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറച്ചും കൂടെ ബെറ്റർ ആണ്. പക്ഷേ വാൻറ്റേജോ IC മാർക്കറ്റോ അല്ല ഇനി ഏത് ബ്രോക്കർ ആയാലും ഒരു പെർട്ടിക്കുലർ സ്പ്രെഡ് കണ്ടീഷൻ അത് പാലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബോട്ടിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതൊരു ടെർമിനലാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കറൻസി പെയർ എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ US$ ആണ്. എന്തുകൊണ്ട് അത് യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ള സെഷൻസ് ഒന്നും നോക്കണ്ട. ആക്ച്വലി എന്താ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് സെഷൻസ് ഉണ്ട്. 4 സെഷൻസ് ആണുള്ളത്. സിഡ്നി, ലണ്ടൻ, ടോക്കിയോ ആൻഡ് ന്യൂയോർക്ക്. ഈ 4 സെഷൻസ് ഇങ്ങനെ മാറി മാറി ഓപ്പണായി ക്ലോസ് ആയി വരും. അപ്പം അതിൽ ലണ്ടനും ന്യൂയോർക്ക് സെഷനാണ് ട്രേഡിങ്ങിന് ഏറ്റവും നല്ല സെഷൻ എന്ന് പറയാറുണ്ട്. കാര്യം ബിക്കോസ് ഓഫ് വോളിയം. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോക്കൽ ടൈമിനനുസരിച്ചിട്ട് ഇത് ക്ലോസും ഓപ്പൺ ആയിട്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ ചെയ്യാം ലണ്ടൻ ന്യൂയോർക്ക് സെഷന് വേണ്ടിയിട്ട്. ഇനി VPSനകത്ത് അല്ല, ബിറ്റ്കോയിൻ US$ ചൂസ് ചെയ്യേണ്ട പ്രധാന കാരണം എനിക്കിങ്ങനെ സെഷനൊന്നും നോക്കണ്ട. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഏത് സമയത്ത് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കേസ്, ഇതിനകത്ത് വോളറ്റാലിറ്റി കൂടുതലാണ് ബിറ്റ്കോയിനിൽ. സോ മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് കാണാൻ പറ്റും. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഈ വെള്ള കാണിക്കുന്നത് താഴോട്ട് ഡൗൺ ട്രെൻഡാണ്, ഈ കറുപ്പ് കാണിക്കുന്നത് അപ്പ് ട്രെൻഡാണ്. പൊതുവേ ട്രേഡിംഗ് വ്യൂവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡ് ആൻഡ് ഗ്രീൻ ക്യാൻഡിൽസ് ആയിരിക്കും. പക്ഷേ ഇത് മെറ്റാ ട്രേഡർ 4നകത്ത് ഈ രീതിയിലാണ്. കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ ആസ് ഓഫ് നൗ ഞാൻ ഇതിനകത്ത് കാണുന്ന ഡെയിലി ടൈം ഫ്രെയിം താഴോട്ടാണ് കാണിക്കുന്നത്, താഴോട്ടാണ് കാണിക്കുന്നത്. 4 മണിക്കൂറിൻ്റെ ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിലും താഴോട്ട് തന്നെയാണ് കാണിക്കുന്നത്. 1 മണിക്കൂറിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് മുകളിലോട്ട് കാണിച്ച് തുടങ്ങി. താഴോട്ടായിരുന്നു പക്ഷേ മുകളിലോട്ട് കാണിച്ച് തുടങ്ങി. 30 മിനിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ടാണ്. 15 മിനിറ്റ് നോക്കുകയാണെങ്കിൽ മുകളിലോട്ടാണ്. 5 മിനിറ്റ് നോക്കുകയാണെങ്കിൽ മുകളിലോട്ട് ആയിരുന്നു. ഇപ്പോൾ 2 ക്യാൻഡിൽ മാത്രമേ താഴോട്ടുള്ളൂ, കുഴപ്പമില്ല. എന്നാലും ഓവറോൾ ഇവിടെ നിന്ന് ബൗൺസാണ്. ഇപ്പം മാത്രമല്ല ഈ 2 കർവ് ഉണ്ടല്ലോ, അത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ മൂവിങ് ആവറേജസ്, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് 50, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് 20 ആണ്. ഇതൊക്കെ എന്താണെന്ന് മാനുവൽ ട്രേഡിംഗ് പഠിപ്പിക്കുന്നവരുടെ സെഷനകത്ത് ഡീറ്റെയിൽ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ മാനുവൽ ട്രേഡിംഗ് അല്ല ഞാൻ പഠിപ്പിക്കുന്നത്, ബട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സിറ്റുവേഷൻ കാണിച്ചു തരികയാണ്. മാനുവൽ ട്രേഡിങ്ങിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ട്രേഡിംഗ് സിറ്റുവേഷൻ അല്ല, നമ്മൾ ആ ട്രേഡ് എടുക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും ഇനി ട്രേഡ് എടുത്തതിന് ശേഷമുള്ള സിറ്റുവേഷൻസൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. 1 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന പോലെ കാണിക്കുന്നത് കൊണ്ടും ഈ റെഡ് കർവ് വൈറ്റ് കർവിൻ്റെ മുകളിലായതുകൊണ്ടും, അതായത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് 20 50ക്ക് മുകളിലായതുകൊണ്ടും നമുക്കൊരു ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യാം, ബൈ ലിമിറ്റ് പ്ലേസ് ചെയ്യാം.
ബൈ ലിമിറ്റ് ഇപ്പം നമ്മളിവിടെ പ്ലേസ് ചെയ്തു മുകളിലോട്ട്. അതിപ്പം ലിമിറ്റ് ഓർഡറാണ്, ഇത് തട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവും. രണ്ട് രീതിയിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. ഒന്ന് മാർക്കറ്റ് ഓർഡറും ഒന്ന് പെൻഡിങ് ഓർഡറും. പെൻഡിങ് ഓർഡർ 2 ടൈപ്പ് ഉണ്ട്, ലിമിറ്റും സ്റ്റോപ്പും. ഓക്കെ, മാനുവൽ ട്രേഡിംഗ് പഠിക്കുന്ന സമയത്ത് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ആൾക്കാർ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഓർഡർ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇത് ഇപ്പം കറൻ്റ് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന. പ്രോഫിറ്റബിൾ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ശരിക്കും ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പേ സ്റ്റോപ്പ് ലോസ് എത്ര, ടേക്ക് പ്രോഫിറ്റ് എത്ര, ഇതൊക്കെ ഡിസൈഡ് ചെയ്യണം. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ കാണിച്ചു തരാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇത് പ്രോപ്പർ അല്ല കേട്ടോ. ഇത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. ഞാൻ പറഞ്ഞ കണക്ക് ചാർട്ട് സെറ്റ് ചെയ്യണം, ഇൻഡിക്കേറ്റേഴ്സ് സെറ്റ് ചെയ്യണം, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സെറ്റ് ചെയ്യണം, പിന്നെ ട്രെൻഡ് ലൈൻസ് നോക്കണം, ന്യൂസ് ആക്ടിവിറ്റി വല്ലതും ഉണ്ടോ എന്ന് നോക്കണം, സെഷൻസ് നോക്കണം, പിന്നെ വോളിയം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഓർഡർ ബ്ലോക്സ് ഒക്കെ വെച്ച് ചെയ്യുന്ന എക്സ്പേർട്സ് ഉണ്ട് വേറെ. പക്ഷേ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബേസിക് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ചാർട്ട് പാറ്റേൺ നോക്കണം, പിന്നെ ക്യാൻഡിലിൻ്റെ പാറ്റേൺ നോക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കണം. എൻട്രി ചെയ്യുന്നതിന് മുമ്പേ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും തീരുമാനിക്കും, ടേക്ക് പ്രോഫിറ്റ് നമ്മൾ എവിടെയാണെന്നുള്ളത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് തീരുമാനിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്, ടേക്ക് പ്രോഫിറ്റ് ഇല്ലാതെ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്ന പല പല ടെക്നിക്കുകൾ കാണിക്കുന്ന പല പല വിദ്യകൾ അതിനകത്തുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മളൊരു ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ആസ് ഓഫ് നൗ ഇത് ലോസിലാണ്. അപ്പോൾ നിങ്ങളൊരു ട്രേഡറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കുക. ട്രേഡ് എടുക്കാൻ തന്നെ കുറേ ടൈം എടുത്തു. ഇനി ട്രേഡ് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് പ്രോഫിറ്റിലാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ലോസ് ആണെങ്കിൽ അത് ബുക്ക് ചെയ്ത് ഇറങ്ങണം. ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടെൻഷൻ. ഇതിപ്പോൾ പ്രോഫിറ്റബിൾ ആയി, ഓക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇറങ്ങാം, ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടു, നമുക്ക് 1 മിനിറ്റ് മാറാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നെങ്കിൽ കട്ട് ചെയ്ത് പോയേനെ, ടേക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതപ്പം പ്രോഫിറ്റായി ക്ലോസ് ആയി പോയേനെ. പക്ഷേ ഇതൊന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു എപ്പോഴും അതുമായിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ്. മാർക്കറ്റ് നോക്കണം, അത് അനലൈസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രൈവിംഗ് പോലെയാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പണി കിട്ടും. ഞാനപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ ക്ലോസ് ചെയ്യണം. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഞാനിവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ക്ലോസ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇതിപ്പം മാനുവൽ ട്രേഡിംഗ് ആണെങ്കിൽ നമ്മളിതെല്ലാം പഠിച്ച് നോക്കി മനസ്സിലാക്കി സെറ്റ് ചെയ്ത് ഒരു ട്രേഡ് എടുക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ വെയിറ്റ് ചെയ്ത് എല്ലാം ശ്രമിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കറക്റ്റ് പൊസിഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ ഒരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് ചെയ്തു, ലോസിലാണെങ്കിലും എക്സിറ്റ് ചെയ്തു. ഇനി അപ്പുറത്തെ ചാർട്ടിൽ ഇതിൻ്റെ സെയിം 1 മിനിറ്റ് ബിറ്റ് കോയിൻ ചാർട്ടിൽ നമുക്ക് ഓട്ടോമേഷൻ എന്താണെന്ന് നോക്കാം. സോ ഇതേപോലൊരു ചാർട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് നമ്മുടെ ബോട്ട് ഇവിടെ കിടപ്പുണ്ട്, അതിനെ ഇങ്ങനെ എടുക്കുക, വലിച്ച് ഇതിലോട്ടങ്ങ് ഇടുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നോക്കേണ്ട സെറ്റിങ്സ് നോക്കുക. സെറ്റിങ്സ് ഇതിനിപ്പോൾ ഡൈനാമിക് ഞാൻ ഓൺ ആക്കുന്നില്ല, ബാക്കിയെല്ലാം ഡിഫോൾട്ട് സെറ്റിങ്സ് തന്നെ ഇടുക. ഹാൻഡ്സ് ഫ്രീ, ഇനി ഒന്നും അറിയണ്ട. ബോട്ട് ഇവിടെ ഓൺ ആയെന്ന് എങ്ങനെ മനസ്സിലാവും? ഇവിടെ ചിരിക്കുന്നൊരു ഫേസ് ഉള്ളൊരു സ്മൈലി ഉണ്ട്, അത് വച്ച് നമുക്കറിയാം. ബാക്കി ബോട്ടിൻ്റെ ലൈസൻസ് പീരീഡും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അതിനകത്ത് അറിയാൻ പറ്റും. ഇനി ഒന്നും ചെയ്യാനില്ല, നമ്മൾ ജസ്റ്റ് ഹാൻഡ്സ് ഫ്രീ ആക്കി ഇട്ടേക്കുക. കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. VPS മാത്രം റൺ ചെയ്താൽ മതി, അത് റൺ ചെയ്തുകൊണ്ടിരുന്നോളും. ഈ ടെർമിനൽ ഉണ്ടല്ലോ മെറ്റാ ട്രേഡർ 4, ഇത് ക്ലോസ് ചെയ്യാതിരിക്കുക. പകരം VPSൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ ലാപ്പ് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. തനിയെ അവിടെ ട്രേഡ് എടുത്തോളും, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദിസ് ഇസ് എക്സ്പേർട്ട് അഡ്വൈസർ അല്ലെങ്കിൽ ഓട്ടോമേഷൻ ഇൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. മറ്റേതിൽ നമ്മൾ എന്തൊക്കെ നോക്കേണ്ടിയിരുന്നു അല്ലേ, ഇൻഡിക്കേറ്റർ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ടൈം, സെഷൻസ്, ട്രേഡ് എടുത്ത് പിന്നെ ട്രേഡ് എടുത്തതിന് ശേഷമുള്ള കാര്യം, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, റൺ ചെയ്യുക. ബോട്ടിൻ്റെ രീതിക്ക് ലാഭമെങ്കിൽ ലാഭം, നഷ്ടമെങ്കിൽ നഷ്ടം, അതെടുത്ത് പൊയ്ക്കോളും. പക്ഷേ എന്നാൽ പോലും ഒരു എക്സ്പേർട്ട് ഒരു ട്രേഡിംഗ് ബോട്ട് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അറിയണ്ടേ. ചുമ്മാ ഒരു ബോട്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടിട്ട്, അങ്ങനെയാണെങ്കിൽ ടെലഗ്രാമിൽ ഇഷ്ടം പോലെ സ്കാം കിടക്കുന്നുണ്ട്. നിങ്ങളൊരു ബോട്ട് 500-നോ 600-നോ $US പൗണ്ടിനോ ഒക്കെ വാങ്ങിച്ചിടും, അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് ഒരു റിപ്ലൈ ഇല്ല, അക്കൗണ്ട് മൊത്തം ബ്ലോ ഔട്ട് ആവുകയും ചെയ്യും. സോ ഒരു ട്രേഡിംഗ് ബോട്ട്, ഒരു ഓട്ടോമേഷൻ ബോട്ട് നല്ലതാണോ ചീത്തയാണോ എങ്ങനെ മനസ്സിലാക്കും, അതിൻ്റെ കുറേ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഉത്തരവാദിത്തം മുന്നോട്ടുള്ള സെഷൻസിൽ ട്രേഡിംഗ് ഓട്ടോമേഷൻ്റെ കാര്യങ്ങളെപ്പറ്റി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് എടുക്കുക എന്നാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക്, NRI ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇന്ത്യക്കകത്തുള്ളവർക്ക് ട്രേഡിംഗ് ഫോറക്സിൽ ചെയ്യുന്നതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഫെമ നിയമം അനുസരിച്ചിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് അവിടെ ഒരു അഡ്രസ് പ്രൂഫും ID പ്രൂഫും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോറക്സ് ചെയ്യാൻ പറ്റും, വലിയ പ്രോബ്ലം ഇല്ലാതെ. ഓട്ടോമേഷനും കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. സോ മുന്നോട്ടുള്ള സെഷൻസ് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹാവ് എ നൈസ് ഡേ. ഈ വീഡിയോയുടെ താഴെ ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്കും പിന്നെ ആ പറഞ്ഞ ഫോറക്സ് ടൈമർ, അതായത് മാർക്കറ്റ് അവേഴ്സിൻ്റെ ടൈമറും കൂടെ ഞാൻ NIDയിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം, ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് അതിനകത്ത് അപ്ഡേറ്റ്സും കാര്യങ്ങളോ ഇൻഫർമേഷൻസും ഒക്കെ കിട്ടും. ഇത് ചുമ്മാ അങ്ങനെ കയറി ട്രേഡ് എടുക്കില്ല കേട്ടോ, അത് കണ്ടീഷൻസ് ആകുമ്പോഴേ ട്രേഡ് എടുക്കുകയുള്ളൂ. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ്
ഓണാക്കിയിട്ട് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ജോലിയോ ഡ്രൈവിങ്ങോ ഫാമിലിയോ എന്താണെന്ന് വെച്ചാൽ അങ്ങ് നടക്കട്ടെ, ബാക്കി ബോട്ട് തന്നെ കാര്യങ്ങൾ നോക്കിക്കോളും. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ബൈ.